ഹലോ പ്രിയരെ, പൊന്നോണം എത്തുകയാണ്. എന്റെയും നമ്മുടെ ചാനലിന്റെയും ഓണാശംസകൾ നേരുന്നു. ഇദ്ദേഹം കടലമ്മ ഫിലിംസിന്റെ ഓണറാണ്, ഒരു കൊച്ചു കലാകാരൻ കൂടിയാണ്. ഈ ഓണത്തിനെ കുറിച്ച് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നു. കേരളീയരെ നമ്മൾ ആകാംക്ഷയുടെ കാത്തിരുന്ന് ഓടിയെത്തിയ ഒരു സംഭവമാണ്. അപ്പോ ഈ പഴയ ഓണവും പുതിയ ഓണവും തമ്മിലുള്ള ഒരു വ്യത്യസ്തതയെ കുറിച്ച് മാത്രം ഞാൻ ഒരു അല്പം പറഞ്ഞുകൊള്ളട്ടെ. എന്താണ് ഇതിനെ കുറിച്ച്? ഓണക്കാലം അടുത്തായി, ഓണപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഹൃദയത്തിന്റെ പൂച്ചെണ്ടുകൾ വിടർത്തിക്കൊണ്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കട്ടെ. നമ്മുടെ പഴയകാലത്തെ ഓണവും പുതിയ ഈ ന്യൂ ജനറേഷന്റെ ഓണവും തമ്മിൽ എന്താണ് വ്യത്യാസം ഉള്ളത് എന്നതിനെ കുറിച്ച് മാത്രം രണ്ട് വാക്ക്. കേരളീയരെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന് ഓടിയെത്തിയ ചിങ്ങമാസം. ചിങ്ങമാസത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഓണം. ഓണത്തിന് മറ്റൊരു ഓമനപ്പേര് കൂടിയുണ്ട്, പൊന്നോണം. ജനഹൃദയങ്ങളിൽ സന്തോഷത്തിന്റെയും സല്ലാപത്തിന്റെയും ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ശിരകാല സ്വപ്നങ്ങൾ പൂവണിയുന്നൊരു വസന്തോത്സവ കാലമാണ് ഓണം. ഓണമെന്ന് കേൾക്കുമ്പോൾ പഴയകാല ഓർമ്മകൾ മനസ്സിൽ ഓടി എത്തുകയാണ്. ഓണക്കാലമാകുമ്പോൾ നാടൻ ശൈലിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുക പതിവാണ്. നൃത്തം, തിരുവാതിര, അടിച്ചോട്ടം, ഊഞ്ഞാലാട്ടം, വടംവലി, ഉറിയടി, പന്തുകളി, നയ്യാണ്ടിമേളം, ചെണ്ടമേളം എന്ന് വേണ്ട വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുക പതിവാണ്. ഇത് കണ്ട് ആസ്വദിക്കുക ജനങ്ങൾക്ക് ഒരു ഹരം തന്നെ ആയിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ വളരെ വിദൂരത്താണെന്ന് എനിക്ക് തോന്നിപ്പോകും. അത് തന്നെയുമല്ല, പുലർക്കാലെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി പുതുവസ്ത്രമണിഞ്ഞ് ചിത്രവിളക്കുകൾ തെളിയിച്ച് മഞ്ഞക്കോടി ചുറ്റി സദ്യ ഒരുങ്ങി മാവേലി തമ്പുരാനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന ജനങ്ങൾ, അവരുടെ ഹൃദയസ്പന്ദനങ്ങളിൽ നിന്നും പൊന്തിവരുന്ന സന്തോഷം, അതിലേറെ അനുഭൂതി തികച്ചും വ്യത്യാസമാണ്. ഇതൊക്കെയും നമ്മുടെ മാവേലി തമ്പുരാനെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ ഓണമെന്ന മഹാസംരംഭത്തിന് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ ഈ പൊന്നോണം അടിച്ചു പൊളിക്കണം. ഓക്കെ.